സ്വന്തം മകളെ സ്റ്റഡി വിസയ്ക്ക് വേണ്ടി വിദേശത്തേക്ക് പറഞ്ഞുവിടാൻ തയ്യാറായി ഒരു സ്കാമിൽപ്പെട്ട മേരിക്കുട്ടിയുടെ കഥ. പുള്ളിക്കാരിക്ക് ഒരു കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ ഒരു രാജ്യത്തിലേക്ക് മകളെ പഠിക്കാൻ വിടാൻ മാത്രമുള്ള സമ്പത്തൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. പഠിക്കാൻ അത്ര മിടുക്കിയല്ലാത്ത ആ കുട്ടിയെ പല നുണകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് അവർ സ്പെയിനിലേക്ക് അഡ്മിഷൻ എടുപ്പിച്ചത്. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഏജൻസിക്കാർ പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ 100% വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ടീച്ചറിൻ്റെയും മകളുടെയും സ്വപ്നങ്ങളാണ് ഈ ഒരു ഏജൻസി സത്യത്തെ നശിപ്പിച്ചു കളഞ്ഞത്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കുഴി ചെന്ന് ചാടാതിരിക്കാനും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ഹെൽപ്ഫുൾ ആകും ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റഡി അബ്രോഡ്, ജോബ് വിസ, ഇമിഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ചെന്നുപെട്ട് പണം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ അറിവില്ലായ്മ മുതലെടുക്കുകയാണ് ഈ ഏജൻസികളൊക്കെ ചെയ്യുന്നത്. റിയൽ ലൈഫ് വിസ സ്റ്റോറീസ് എന്ന ഒരു സീരീസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഇങ്ങനെ ഉള്ള സ്കാമിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടവരുടെ ജീവിത കഥകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. ഇത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കുഴി ചെന്ന് ചാടാതിരിക്കാനും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കട്ടപ്പനക്കാരി ഒരു മേരിക്കുട്ടിയുടെ കഥയാണ്. സ്വന്തം മകളെ സ്റ്റഡി വിസയ്ക്ക് വേണ്ടി വിദേശത്തേക്ക് പറഞ്ഞുവിടാൻ തയ്യാറായി ഒരു സ്കാമിൽപ്പെട്ട മേരിക്കുട്ടിയുടെ കഥ. ഈ കട്ടപ്പനക്കാരി മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്. ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷം റിട്ടയറായി. ഒറ്റ മോളാണുള്ളത്. അവരുടെ പിതാവ് നേരത്തെ തന്നെ മരിച്ചു പോയതാണ്. ബന്ധുക്കളൊക്കെ ഉണ്ട്. പുള്ളിക്കാർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മകളെ വിദേശ രാജ്യത്തേക്ക് പറഞ്ഞു വിടണം, അവിടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവിടെ ലൈഫിൽ സക്സസ് ആക്കണമെന്ന്. അങ്ങനെ ഒരു ഏജൻസിയെ സമീപിക്കുകയും അവർ ഷെങ്കൻ കൺട്രിയിലുള്ള ഒരു രാജ്യത്തെ കോഴ്സ് പഠിക്കാൻ വേണ്ടി പുള്ളിക്കാരോട് പറയുകയും ചെയ്തു. കാരണം പുള്ളിക്കാരുടെ അത്ര ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഒരു കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ ഒരു രാജ്യത്തിലേക്ക് മകളെ പഠിക്കാൻ വിടാൻ മാത്രമുള്ള സമ്പത്തൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ലോ ബഡ്ജറ്റ് കൺട്രി എന്ന അട്രാക്ഷൻ നേടി ഒരു പ്രസിദ്ധമായ ഏജൻസി ചെല്ലുകയും അവിടെ നിന്ന് സ്പെയിനിലേക്ക് പോകാൻ തയ്യാറാവുകയും ചെയ്തത്. പഠിക്കാൻ അത്ര മിടുക്കിയല്ലാത്ത ആ കുട്ടിയെ പല നുണകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് അവർ സ്പെയിനിലേക്ക് അഡ്മിഷൻ എടുപ്പിച്ചത്. എന്നെ മേരിക്കുട്ടി ടീച്ചർ കോൺടാക്ട് ചെയ്തതിൻ്റെ കാര്യം ലാംഗ്വേജ് പഠിക്കുക എന്നതിന് വേണ്ടിയായിരുന്നു. പുള്ളിക്കാരിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അവരേകദേശം പണമൊക്കെ അടച്ചു. വിസയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഒരു മാസം ഇംഗ്ലീഷ് പഠിക്കുന്നതിന് എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പറഞ്ഞത്. മേരിക്കുട്ടി ടീച്ചറിൻ്റെ മകൾ പോകുന്നത് സ്പെയിനിലേക്കാണ്. അപ്പോൾ സ്പെയിനിൽ പോകുന്ന ഒരാളെന്താണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞു, സ്പെയിനിലെ ലാംഗ്വേജ് സ്പാനിഷ് ആണെങ്കിലും എല്ലാ ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് തന്നെ ഏജൻസിക്കാർ പറഞ്ഞു ഇംഗ്ലീഷ് നല്ലപോലെ അറിയാമെങ്കിൽ അവിടെ വളരെ ഈസി ആയിട്ട് സർവൈവ് ചെയ്യാനും ഏതെങ്കിലും ഒരു ഷെങ്കൻ കൺട്രിയിലോ സ്പെയിനിലോ തന്നെ ജോലി മേടിച്ച് സെറ്റിലാകാൻ സാധിക്കുമെന്ന്. ഞാൻ മേരിക്കുട്ടി ടീച്ചറിനോട് വളരെ വ്യക്തമായി എന്താണ് സ്പെയിനെന്നും സ്പെയിൻ എന്ന രാജ്യത്തിൽ സ്പാനിഷ് ലാംഗ്വേജ് ഇല്ലാതെ ഒരിക്കലും സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ലെന്നും അതുകൊണ്ട് തന്നെ സ്പാനിഷ് പഠിച്ചെടുക്കേണ്ടത് വളരെ ആവശ്യമാണെന്നും അവിടെ ചെന്ന് പഠനത്തിനിടയ്ക്ക് അല്ലാതെയൊക്കെ സ്പാനിഷ് പഠിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർക്ക് ആ രാജ്യത്തിൽ സർവൈവ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തു. പക്ഷേ തുടക്കത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ ടീച്ചർ അത്ര റെഡി ആയിരുന്നില്ല. കാരണം ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഏജൻസിക്കാർ പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ 100% വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിനുശേഷം കുട്ടി സ്പെയിനിൽ പോയി. അവിടെ ചെന്നു കോഴ്സൊക്കെ പഠിച്ചു. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ എന്തോ കൊച്ചിന് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ഉണ്ടാവുകയും സ്പെയിൻ ലാംഗ്വേജ് പഠിക്കാത്തതുകൊണ്ട് ജോലി ലഭിക്കാതെ വരികയും അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടതൊക്കെ സാഹചര്യം ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ആ ടീച്ചറിൻ്റെയും മകളുടെയും സ്വപ്നങ്ങളാണ് ഈ ഒരു ഏജൻസി സത്യത്തെ നശിപ്പിച്ചു കളഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ കട്ടപ്പനയിലുള്ള മേരിക്കുട്ടി ടീച്ചറിന് സംഭവിച്ചത്. ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വളരെ നോളജ് ഉണ്ടായിരിക്കുമെന്നും മക്കളെ വളരെ പെർഫെക്റ്റായിട്ട് ഒരു കോഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി അവരെ പഠിപ്പിക്കാൻ സാധിക്കുമെന്നാണ്. എന്നാൽ വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും ഗവൺമെൻറ് ഒഫീഷ്യൽസും ടീച്ചേഴ്സും ഒക്കെ നിസ്സഹായരാണ്, അല്ലെങ്കിൽ അവർക്കത് നോളജ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷെങ്കൻ റീജിയനിലുള്ള പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ രാജ്യങ്ങൾക്കൊക്കെ ലാംഗ്വേജ് പലപ്പോഴും വ്യത്യസ്തമാണ്. ആ സ്ഥലത്തുള്ള ലോക്കൽ ലാംഗ്വേജ് നല്ലപോലെ പഠിച്ചെങ്കിൽ മാത്രമേ, അതിൽ അറിവുണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിൽ ജോലി ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ രാജ്യത്തിൽ സർവൈവ് ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളൊരു വിദേശ രാജ്യത്ത് പഠിക്കാൻ വിടുന്നുണ്ടെങ്കിൽ ആ രാജ്യം ഏതാണ്, രാജ്യത്തെ ലാംഗ്വേജ് ഏതാണ്, ജോബ് ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ആ രാജ്യത്തേക്ക് അയക്കുക. ഇങ്ങനെയുള്ളൊരു സ്കാമിൽ പെട്ട്
ജീവിതം നശിക്കാതിരിക്കാൻ അത് ഇടയായിത്തീരും. അതുകൊണ്ട് ഇനിയൊരു മേരിക്കുട്ടി ടീച്ചർ ഉണ്ടാകാതിരിക്കട്ടെ. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അടുത്തൊരു റിയൽ ലൈഫ് സ്റ്റോറിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ താങ്ക് യു.